ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയി സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സഫ മെഹനാസ്, ആ ഒരു കുട്ടി ഈ പറയുന്ന ഫസ്മിന സാക്കിറിന്റെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. ആളുടെ പാർട്ട്ണർ ആയിട്ടുണ്ടായിരുന്ന സെബീൽ എന്ന് പറയുന്ന വ്യക്തിന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നൊക്കെയുള്ള ഒരു സാധനം. അത് വേറെ ആരും പറഞ്ഞതല്ല, ഈ പറയുന്ന മെഹനാസ് തന്നെ പറഞ്ഞത്. മെഹനാസിന്റെ ഭാര്യയാണ് സഫ എന്ന് പറയുന്നത്. മെഹനാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വാലന്റൈൻസ് ഡേക്ക് എന്റെ വാലന്റൈൻ, അതായത് എന്റെ ഭാര്യ എനിക്ക് തന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ്. ആളിന്ന് ഒരാളുടെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സബീലിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. സബീൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലെ, നമുക്ക് ലല്ലൂമ്പി മതി. ലല്ലൂമ്പി എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അപ്പൊ അവന്റെ കൂടെ ഇറങ്ങി പോയി എന്നൊക്കെയുള്ള സാധനങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് പിറകെ ഈ പറഞ്ഞ പോലെ ഫസ്മിന വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഫാനെ പേഴ്സണലി അറിയാം, അപ്പം അവൾ അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഫസ്മിനക്ക് ഇപ്പം ഈ ഒരു പിന്നിലേക്ക് തടികൾ കിട്ടി ശീലമായത് കൊണ്ട് ഇത് ഭയങ്കര ഒരു വിഷയമായിട്ട് ആൾക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മനുഷ്യന്മാരാണല്ലോ. അപ്പൊ ഇതിന് പിന്നാലെ സഫ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ കുറിച്ച് ഭയങ്കര റൂമേഴ്സ് ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഞാൻ എന്റെ ഫ്ലാറ്റിൽ തന്നെയാണുള്ളത്, എന്റെ കുട്ടി ഉറങ്ങുന്നുണ്ട്, പിന്നെ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഞാൻ ഇവിടെയും ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആളൊരു പ്രൊഫൈൽ തുടങ്ങിയിട്ട് പിന്നെ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അതിൽ പറയുന്നു പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ എവിടെയും പോയതല്ല, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോ പിന്നെ ഈ പറയുന്നത് പോലെ ആളുടെ പ്രൊഫൈലിൽ ഇട്ട ഒരു സ്റ്റോറി, ആ വീഡിയോ മൊത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഹേ ഗൈസ്, അപ്പം ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടാൻ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് 200 സംതിങ് ഇപ്പോൾ സബ്സ്ക്രൈബർ ഉള്ളൂ. ഇപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയത് 100 ആയി. അപ്പോൾ 100 സബ്സ്ക്രൈബ് കൂടി കയറിയാലാണ് എനിക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ ലൈവ് ഇടാം, ഞാൻ ഫ്ലാറ്റിലാണ് ഉള്ളതെന്ന്. പിന്നെന്താ, ഇൻസ്റ്റയിൽ അപ്പോൾ ഞാൻ ലൈവ് ഇടാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റയിൽ എന്തോ സംഭവം എഴുതി കാണിച്ചിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടാം. എനിക്ക് എവിടെ ഇട്ടാലും കുഴപ്പമില്ല, യൂട്യൂബിൽ ഇൻസ്റ്റയിൽ എവിടെ ഇട്ടാലും വിഷയമൊന്നുമില്ല. പുതിയ അക്കൗണ്ടാണ്, മോണിറ്റൈസേഷൻ ഒന്നും ഓണല്ല, ഫണ്ടിനും വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ ലൈവ് ഇടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലും എനിക്ക് ഇടാൻ പറ്റില്ല, ഇൻസ്റ്റയിൽ എന്തോരം ഇടാൻ പറ്റാത്ത ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടാം. അപ്പോൾ ഹേ ഗൈസ്, അപ്പം ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടാൻ നിന്നപ്പോഴാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് പിന്നെ യൂട്യൂബിൽ ലൈവ് ഇടാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വേണം ലൈവ് ഇടാൻ വേണ്ടി. ഞാൻ ലൈവ് വന്ന് കാര്യങ്ങളൊക്കെ പറയാം. എന്തിനാണ് ഈ ലൈവ് വന്ന് കാര്യങ്ങൾ പറയുന്നത്? നോർമലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ പോലെ. യൂട്യൂബിൽ നമുക്ക് അങ്ങനെ ടൈം ലിമിറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ തന്നെ പാർട്ടായിട്ട് ഇടുക, മനസ്സിലായില്ലേ? ലൈവ് വന്ന് അതാരെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി അത് റിയാക്ട് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും സഫ ലൈവ് ഇടാൻ കാത്തു നിൽക്കണ്ട, നോർമലി ഒരു വീഡിയോ അങ്ങോട്ട് കാച്ചുക, മെഹനാസിന്റെ സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. അതിനിടയിൽ ഫസ്മിനെ കിട്ടിട്ടും സഫ കുറച്ച് കൊട്ടുകൾ കൊടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? കുറച്ച് കൊട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫസ്മിനെ പബ്ബിൽ പോകുന്ന ആൾക്കാരാണ്, പബ്ബിൽ പോവാറുണ്ട്. ആരോ പറഞ്ഞു പോലും ഫസ്മിനെ പബ്ബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പബ്ബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? ഫസ്മിനൊക്കെ പബ്ബ് പോകാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ പബ്ബ് പോകുന്ന പെൺകുട്ടികളൊക്കെ മോശക്കാരാണ് അല്ലെങ്കിൽ പോക്കാണെന്നൊക്കെയുള്ള ധാരണ, അതൊക്കെ എന്തൊരു പൊട്ടയായിട്ടുള്ള ധാരണയാണെന്ന് അറിയോ? സഫേനോടാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫസ്മിന വന്ന് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പബ്ബിൽ മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാതെ ഒരു ഹസ്ബൻഡിനെയും കുട്ടീനെയും വെച്ചിട്ട് വേറൊരാളുടെ ഹസ്ബൻഡ്, അതും ഇത്രയും അലിഗേഷൻസ് വന്നിട്ടുള്ള ഒരാളുടെ കൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല. അതിനേക്കാൾ എത്രയോ ഭേദമാണ് പബ്ബ് എന്നൊക്കെ ഉള്ളത്. അതൊക്കെ നിങ്ങളുടെ യൂണിവേഴ്സ്. കാദർക്ക് ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ അകത്ത് ഈ സഫേനെ മെഹനാസ് വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടുണ്ടായിരുന്നു. കടിച്ചിട്ടൊക്കെ കൈയൊക്കെ കടിച്ചു പറിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ സഫ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കാദർക്ക് വളരെ കൃത്യമായി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരൊന്നും എനിക്ക് വിശ്വാസമില്ല. കാരണം നാളെ വന്നിരുന്ന് പറയും, ഏത് കാദർക്കായി പോടി, ഏത് ഫോട്ടോ ആര് അടിച്ചു, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാന്ന് പറയും. അതുകൊണ്ട് തന്നെ സഫ അയച്ച മെസ്സേജുകളൊക്കെ തീർച്ചയായിട്ടും കാദർക്ക് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. നാളത്തേക്ക് അത് ഉപകാരപ്പെടും. അത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സേഫ്റ്റി ആദ്യം നോക്കും. അതുകൊണ്ട് നിങ്ങൾ അയച്ച സാധനങ്ങൾ ആരാണ് അയച്ചത്, എന്താണ് അയച്ചത്, എങ്ങനെയാണ് അയച്ചതെന്നൊക്കെ നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ മെഹനാസ് പിന്നെ എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും റിഫാന്റെ കേസ് വന്ന സമയത്ത് റിഫാന്റെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു വോയിസ് റെക്കോർഡ് ഞാൻ കേൾപ്പിക്കാം. ഇതങ്ങനല്ല, അത് ശരിക്കും ആണുങ്ങളെ തട്ടിക്കാട്ടുന്നില്ല.
ആട് തല്ലുന്നില്ലേ അതുപോലത്തെ തല്ലണ്ടടാ എന്നെ കൊല്ലുന്നു. അനക്ക് എന്തെങ്കിലും ആയിപ്പോയാലും വേറെന്താക്കും? എന്നെ സഹിക്കണ്ടേ? എന്റെ തലക്കൊക്കെ അടിയേറ്റിട്ട് അനക്ക് എന്തെങ്കിലും ആയിപ്പോയാലും പിന്നെ കട്ടിനോണ്ടായിട്ട് ഇടിച്ചത് ഈ തല. അതായത് ഈ റിഫാനെയും വളരെ ക്രൂരമായിട്ട് മെഹനാസ് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ്. കട്ടിന് കൊണ്ടുപോയി തലയടിക്കുക, ആണുങ്ങളെയൊക്കെ അടിക്കുന്ന പോലെ. ഞാനൊരു സ്ത്രീ ആണ് എന്നുള്ളൊരു പരിഗണന പോലും തരാതെ എന്നാണ് ഉദ്ദേശിച്ചത്. ആണുങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നത് പോലെയാണ് എന്നെ തല്ലുന്നത് എന്നൊക്കെ ഉള്ളത്. പിന്നെ സഫ പറഞ്ഞു വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പല പ്രാവശ്യവും ആ ഒരു ബന്ധത്തിൽ നിന്ന് പോവാൻ സഫ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ മെഹനാസ് ആത്മഹത്യാ ഭീഷണികൾ മുഴക്കിയിട്ടും പേടിപ്പിച്ചിട്ടൊക്കെയാണ് കൂടെ നിർത്തിയിരുന്നത് എന്നൊക്കെയാണ്. അതിന്റെ വീഡിയോസൊക്കെ ഈ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്, ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതൊക്കെ. സഫേനോടാണ് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും നീ പിടിച്ചു നിൽക്കണം എന്നൊന്നും ആരും വാശി പിടിക്കുന്നില്ല. ഇങ്ങനെ ഒരു ക്രൂരനായിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കണമെന്നോ, ജീവിച്ച് നീ ഡെയിലി തല്ലുകൊള്ളണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച് നിന്റെ ജീവിതം ഒറ്റൊരു ജീവിതമേ ഉള്ളൂ, അത് അങ്ങനെ തീർക്കണം എന്നൊന്നും ആരും വാശി പിടിക്കുന്നില്ല. പക്ഷെ അതിനേക്കാളും വലിയ കള്ളനാണ് ഇവൻ, ഈ ലല്ലൂമ്പി. അവന്റെ ഒന്നും കയ്യിൽ പോയി പെടരുത് എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. മനസ്സിലായില്ലേ? നീ ഈ മെഹനാസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. ആരും നിന്നെ തെറ്റു പറയില്ല. അത്രയും വൃത്തികെട്ട കരങ്ങളിൽ നിന്നും അതിനേക്കാൾ വൃത്തികെട്ട കരങ്ങളിലേക്ക് പോവാനുള്ള അങ്ങനെയുള്ള ചേതോ വികാരങ്ങളൊന്നും തലയിൽ ഉദിക്കാണ്ടിരുന്നാൽ മതി. ഇപ്പൊ നീ തന്നെ പറഞ്ഞു ഒളിച്ചോടി പോയിട്ടില്ല, ലല്ലൂമ്പിയായിട്ട് യാതൊരു ബന്ധവുമില്ല, ലല്ലൂമ്പിന്റെ ലൈവിൽ വന്നത് നീ അല്ലാതെ ആണ്, നിന്റെ കുട്ടിയല്ല, അതും ആണ്. അതിനൊന്നും ഉത്തരങ്ങളൊന്നുമില്ല. ലൈവിൽ വന്നതൊന്നും അങ്ങനത്തെ ഒരു സംഭവങ്ങൾക്കുള്ള എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ അല്ലെങ്കിൽ സന്തോഷം കുട്ടാ, സഫേനോടാണ്. അങ്ങനെ അല്ലെങ്കിൽ സന്തോഷം. അതല്ലാത്ത പക്ഷം ഖേദിക്കേണ്ടി വരും. കാരണം ഈ ലല്ലൂമ്പിനേക്കാളും വലിയ ഫ്രോഡ് ഈ ദുനിയാവിൽ ഉണ്ടാവില്ല. അവന്റെ വെറുതെ പറയുന്നതല്ല. ഇപ്പം ഫസ്മിനെ ആണെങ്കിലും ഒരുപാട് പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളെല്ലാരും കണ്ടതുമാണ്. ഓക്കെ, അങ്ങനെയുള്ള കൈകളിലൊന്നും പോയി പെടാണ്ടിരിക്കുക. പിന്നെ ഞാൻ പറയട്ടെ, ഈ പറയുന്ന പോലെ മെഹനാസ് ഒരു സൈക്കോ ആണ്, അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും. അതല്ലാത്ത പക്ഷം ഇങ്ങനെ തല്ലാനും പിടിക്കാനൊന്നും പറ്റില്ല. നല്ല രീതിയിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയായിരിക്കാം മെഹനാസ്. പിന്നെ അപ്പൊ അങ്ങനെയുള്ള ആളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഒന്നെങ്കിൽ സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുക. മനസ്സിലായില്ലേ? നിങ്ങളെ ഇനി എന്ത് തന്നെ പറഞ്ഞാലും അവസാനം നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുള്ള കാര്യം തന്നെയാണ്. അവർ ചിലപ്പോൾ നിങ്ങളെ ചീത്ത പറയുമായിരിക്കും, പിന്നെ അല്ലെങ്കിൽ രണ്ട് പറയുമായിരിക്കും, എന്നാലും ഒരിക്കലും നിങ്ങളെ ഇട്ടിട്ട് പോവില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അങ്ങനെ പോവുക. അതല്ല, വീട്ടിൽ പോകുന്നതും സേഫ് അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും എല്ലാം ഈ ലേഡീസ് ഹോസ്റ്റലുകൾ ഉണ്ടാവാം, പിന്നെ അല്ലെങ്കിൽ പള്ളീന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം, ക്രിസ്ത്യൻ പള്ളികളുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ലേഡീസ് ഹോസ്റ്റലുകളുണ്ട്. അങ്ങനെയുള്ള ഹോസ്റ്റലുകളിലേക്ക് മാറിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ചെയ്തിട്ട് അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്തിട്ട് കുട്ടിയെ നോക്കാം. മനസ്സിലായില്ലേ? ഒരു പാർട്ട്ണർ നമ്മൾ കല്യാണം കഴിച്ച ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, തല്ലിപ്പെരക്കി ഇട്ടു എന്ന് വെച്ചിട്ട് വേറൊരാണിന്റെ അടുത്ത് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഒരാണ് കഴിഞ്ഞാൽ അപ്പുറത്തെ ആണിന്റെ അടുത്ത് മാത്രമേ സംരക്ഷണം കിട്ടുള്ളൂ എന്നൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വേറൊരാണിന്റെ തണൽ, എനിക്ക് പണിക്കൊന്നും പോകാനൊന്നും പറ്റില്ല, പിന്നെ മെനക്കെടാനൊന്നും പറ്റില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ആളുടെ തുണ ആഗ്രഹിക്കാം, പ്രശ്നമൊന്നുമില്ല. അതല്ലാത്ത പക്ഷം എനിക്ക് സ്വന്തമായിട്ട് എന്നെ ഒരാളെയും വിശ്വസിക്കാനൊന്നും പറ്റില്ല, എന്നെ ഒരു ആണിന്റെ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണു, ഇനി വെച്ചവെള്ളം കണ്ടാൽ തന്നെ എനിക്ക് കൈയും കാലും വറക്കുന്നുള്ള ടീമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. സിംഗിൾ പാരന്റ് ആയിട്ട് മക്കളെ നല്ല പൊന്നുപോലെ നോക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ട്നേഴ്സിനെ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആൾക്കാരുണ്ട്, മൂന്നാമത് വിവാഹം കഴിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കരങ്ങളിൽ നിന്നും അതിനേക്കാൾ വേസ്റ്റ് ആയിട്ടുള്ള കരങ്ങളിലേക്ക് പോവാണ്ടിരിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അത് കടിച്ചതുമില്ല, പിടിച്ചതുമില്ല, പറിച്ചതുമില്ല എന്നാവുന്ന സമയത്ത് ഒരു വഴിയില്ലാണ്ടാവും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കും. ആ പൈതൽ അവിടെ ബാക്കിയാവും. ഞാൻ ഇന്നലെയാണെങ്കിലും ഇന്നാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഒന്നും സഫക്ക് വേണ്ടിയിട്ടുമല്ല, മെഹനാസിന് വേണ്ടിയിട്ടുമല്ല, ലല്ലൂമ്പിക്ക് വേണ്ടിയിട്ടുമല്ല, ഫസ്മിനക്ക് വേണ്ടിയിട്ടുമല്ല. അതിൽ നിങ്ങൾക്ക് ഉണ്ടായ ഒരു കുട്ടിയുണ്ട്. മനസ്സിലായില്ലേ? ആ പൈതലിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. കാരണം എന്തായാലും ATM പൈസ വരുന്ന പോലെ വരില്ല. പ്രസവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് എന്നല്ല ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ പ്രസവിച്ചിട്ട് അതിനെ സമൂഹത്തിന് അങ്ങനെ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് എന്ത് തന്നെ ആവട്ടെ,
സഫാക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈവ് വരുമായിരിക്കും. ലൈവൊക്കെ ആരെങ്കിലും ഒക്കെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് റിയാക്ട് ചെയ്യണം. എന്നാലും നമുക്ക് അതിൽ നിന്നും പെറുക്കിയെടുത്ത് രണ്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ചിലപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സ് പറയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. സഫാക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പല കാര്യങ്ങളും അറിയുന്നുണ്ടാവാം. ചിലപ്പോൾ ആ ലൈവോട് കൂടിയിട്ട് റിഫ കൊലപാതകം തെളിയാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? റിഫക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയായിരുന്നു റിഫാനോടും ചെയ്തത് എന്നൊക്കെ ഉള്ളത്. കാരണം റിഫയും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഹനാസിന് വേറെ പലരുമായിട്ട്, പല സ്ത്രീകളുമായിട്ട് പിന്നെ ബന്ധമുണ്ട് എന്നുള്ളത്. സഫയും പറയുന്നു സഫ ഗർഭിണിയായിരിക്കെ ബാംഗ്ലൂരേക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ മെഹനാസിന്റെ അവിഹിത കഥകൾ പൊക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഉള്ളത്. അപ്പോ എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, മെഹനാസിനോടാണ് എന്നെനിക്ക് ഒരു റിലേഷൻഷിപ്പിന്, ഒരു കമ്മിറ്റ്മെന്റിന് താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പ്രഹസനത്തിൽ നിൽക്കുന്നത്? നീയെല്ലാം ആരായാലും, നീ എന്നല്ല ആരായാലും, നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്കിങ്ങനെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ കല്യാണം ഒന്നും കഴിക്കാണ്ടിരിക്കുക, അതിലൊരു കുട്ടിയൊന്നും ഉണ്ടാക്കാണ്ടിരിക്കുക, തേൻ കുടിക്കുക, പരാഗണം, അങ്ങനെ പോവുക. അതിനായിട്ട് നിങ്ങൾക്ക് നിന്ന് തരുന്ന സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് അങ്ങനെ പോവാം. അതല്ലാതെ പിന്നെ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിനെയൊക്കെ ഉണ്ടാക്കി പിന്നെയും തൊലിക്കാൻ വേണ്ടി പോയി, അതൊക്കെ മോശമല്ലേടാ. ആരായാലും, ലല്ലൂമ്പി ആയാലും മെഹനാസ് ആയാലും ആരായാലും അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. എന്ത് തന്നെയായാലും സഫ ഇന്ന് തന്നെ ലൈവ് ഇടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. കണ്ടു തന്നെ അറിയാം സഫയ്ക്ക് എന്തൊക്കെയാണ് മെഹനാസിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത്. ഒരു ഭാഗത്തെ മെഹനാസ് ആത്മഹത്യ മുഴക്കുമ്പോൾ മറ്റു സൈഡിലെ സഫ വിളിച്ചിട്ട് ഫസ്മിനാനെ സൈബർ സെല്ലിൽ നിന്നും വിളിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ വരും. ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ സോഷ്യൽ മീഡിയ. അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ചിലപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ മറക്കും. മെഹനാസ് മറക്കും, സഫ മറക്കും, ഫസ്മിന മറക്കും, ലല്ലൂമ്പി മറക്കും, എല്ലാവരും മറക്കും. ഇതൊക്കെ ഇവിടെ തന്നെ കിടക്കില്ലല്ലേ? ഞാൻ കുരച്ചതും ബാക്കിയുള്ളവർ കുരച്ചതും എല്ലാം ഡേഞ്ചറസ്.